അങ്ങനെ നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാധാരണക്കാരെല്ലാം 3G തന്നെയാണ്, 3G. പക്ഷെ നമ്മളൊന്നും അത് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നതല്ല. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനം ഏത്, ഏറ്റവും ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനം ഏത്. ഏറ്റവും നഷ്ടത്തിലോടുന്നത് KSRTC ആണ്. സ്വാഭാവികം, എത്രയോ നാളുകളായിട്ട് 1ാം സ്ഥാനം ഇങ്ങനെ നിലനിർത്തി പോവുകയാണ്. 2ാം സ്ഥാനം കേരള വാട്ടർ അതോറിറ്റിയാണ്. ഇനി ഏറ്റവും ലാഭകരമായി ഓടുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് നോക്കിയാൽ KSFB ആണ്. അതിൽ നിന്നും ചിട്ടിയെടുക്കാത്തവർ വളരെ കുറവാണ്. കിട്ടാൻ ഇപ്പം ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കും. 2ാം സ്ഥാനം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ആണ്. 3ാം സ്ഥാനം ബീവറേജ് കോർപ്പറേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ഥിതി. അതായത് പൊങ്ങിയും താണും കടവും നഷ്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾ അതിനേക്കാളും അതപ്പതിച്ച രീതിയിൽ എങ്ങോട്ടുമില്ലാതെ മേലോട്ട് നോക്കി ഓരോ ബജറ്റും കേട്ടുകൊണ്ടിങ്ങനെ പോകുന്നു.